ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. വേറൊന്നുമല്ല, എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ്, ഒരു യാത്ര. അപ്പോൾ സീനു അനിക്കടനിയൻ സീനു നാട്ടിലേക്ക് പോവാണ് വെക്കേഷനായിട്ട്. അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് സീനുവിനെയും പോയിട്ട് സീനുവിനെ എടുത്തിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. അത് എന്തെങ്കിലും റീസണിൽ പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ സീനു ഫ്രണ്ടിലിരിക്കുകയാണ്. പോകുന്ന ഒരു സന്തോഷമുള്ള കളിയും ചിരിയൊക്കെ ഇട്ട് മാഷാ അല്ലാഹ് അതൊക്കെയാണ്. അതുപോലെ ഞങ്ങളും ബാക്കിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ കാറിൻ്റെ ബാക്കിൽ ലഗേജും കാറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ സ്ഥലമാണ് കേട്ടോ അത്. എങ്ങനെ വന്നാലും അവനോട് തന്നെ നിൽക്കുള്ളൂ. പിന്നെ ഈ ചാച്ചാ 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 സീനുവിനെ ചാച്ച എന്ന് വിളിക്കുന്നത് ഈ വിളി തന്നെയാണ്. സീനു ഓയ് ഓയ് ഇതന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത്ര നാൾ ഫതു വരുന്നു, ഇപ്പോൾ സീനുമായി. അപ്പോൾ അബ്ദുമായി. അപ്പോൾ അവരെന്തോ ഒരു അത്തറ് വാങ്ങിയിട്ട് അതൊക്കെ ഇങ്ങനെ കൈമണി പറ്റിയിട്ട് ഇങ്ങനെ മണപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മണപ്പിക്കാണ്ട് പുള്ളിക്കാരൻ അത് മണപ്പിക്കുന്നതാണ് കണ്ടിരുന്നത്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ എപ്പോഴും സ്ഥിരം കുടിക്കുന്നൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഫത് ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അങ്ങ് മൂന്നാളും ബ്ലാക്ക് ആണല്ലോ എന്ന് അപ്പോഴാണ് അങ്ങ് ശ്രദ്ധിക്കണത് പോലും. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി സമാധാനമായല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായക്കടയിലേക്ക് പോകണം. അപ്പോൾ ചായക്കടേൻ്റെ സീന് ചായ വാങ്ങാൻ പോകണം. അത് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി അവർ വരുമെന്ന് വിചാരിച്ചു. നൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ വരും കേട്ടോ. നമ്മളിത് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. എനിക്കൊന്ന് പകലായതുകൊണ്ടായിരിക്കാം. കുറച്ചേരം നോക്കിയിട്ട് വരാണ്ടായപ്പോൾ സീന് തന്നെ പോയിട്ട് ചായയും ഫതുവിന് ബൂസ്റ്റും ഞങ്ങൾക്ക് കടിയും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ നേരത്തെ അവൻ എന്തായാലും ഒന്നും കഴിക്കില്ലല്ലോ അതും. അപ്പോൾ അവനിക്കൊരു ബണ്ണ് വാങ്ങാൻ വേണ്ടി അനുക്ക പോയപ്പോൾ അനുക്ക വണ്ടി നിർത്തി അപ്പം എടുക്കണം, ഡോർ തുറന്ന് അപ്പം എടുക്കണം. അപ്പോൾ അത് കൊണ്ടുപോകാത്തതിൻ്റെ വാശിയാണ് കാണുന്നത്. ഡോർ തുറക്കാൻ പാടില്ല. പിന്നെ ഈ കരച്ചിലും പോലെ ഇരിക്കുകയുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട് കൊണ്ടുപോയില്ലെങ്കിൽ. ദേഷ്യവും സങ്കടവും എല്ലാം വരും എനിക്ക്. അപ്പം ഞാൻ പറയണ്ടത് വന്നാൽ പോയല്ല എന്ന് പറയുമ്പോൾ പിന്നെയും കൂടും കരച്ചിൽ. ഭയങ്കര കരച്ചിലായിരിക്കുള്ളൂ. അവനിക്ക് വണ്ടി നിർത്തി അപ്പം ഡോർ തുറക്കണം, അങ്ങനെ കൊണ്ടുപോകണം. അത് നിർബന്ധമായി എനിക്ക്, ഒരു ശീലം പോലെ അത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് വേഗം തന്നെ പോയിട്ട് ബണ്ണ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഫതും പറഞ്ഞിട്ടുണ്ടായി ബണ്ണ് വാങ്ങണം, എനിക്കും വാങ്ങണം കേട്ടോ വാപ്പിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോയിട്ട് എന്താക്കി 2 ബണ്ണ് വാങ്ങിക്കൊണ്ട് വന്ന് ജീരക മിഠായി കപ്പൽ മിഠായി എനിക്ക് എന്തൊരു മിഠായിയും വാങ്ങി കൊടുത്തപ്പോൾ ആൾ ഹാപ്പി ആയിട്ടാ. തിന്നൂല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കൈ കിട്ടിയ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പൊട്ടിച്ചാന്ന് പറയും, എന്നാൽ തിന്നയില്ല. അപ്പോൾ സീനു എനിക്ക് പുതിയ ജോലി ഇട്ടെന്ന് പറയണ വന്നു കേട്ടാ, എനിക്ക് വെയിറ്റേഴ്സ് ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ പഴംപൂരി അങ്ങനെ എന്തൊക്കെയോ ഉന്നക്കായ അങ്ങനെ എന്തൊക്കെയോ സ്നാക്സൊക്കെയാണ് വാങ്ങിയത്. അത് നമ്മൾ കഴിച്ചത് എയർപോർട്ടിലേക്ക് പോകുന്നൊരു വ്യൂ ആട്ടെ കാണുന്നത്. നമ്മൾ എയർപോർട്ട് റോട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ അത് ഞാൻ കുറച്ചാണ് എടുത്തതാണ്. അപ്പോൾ എന്താ പറയുക, ഞാനൊക്കെ പോകുകയാണെങ്കിൽ സങ്കടം ഇരിക്കുകയുള്ളൂ. കാരണം നാട്ടിൽ പോകുമ്പോൾ എനിക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ സീനൊക്കെ ഭയങ്കര ഹാപ്പി ആയി. പോലീസ് വണ്ടിയും സെക്യൂരിറ്റി വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സീനോട് പറയേണ്ട എനിക്ക് യാത്ര പറഞ്ഞാൽ എനിക്ക് വണ്ടി പുറത്തേക്ക് ഇടാൻ പോയി ഞങ്ങൾ ഇറങ്ങി. കാരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുനും ഭയങ്കര ഇഷ്ടമാണ് ചാച്ചാന. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് പേരല്ലേ കാണുള്ളൂ. അപ്പോൾ കാണുന്നത് ഇവനെയാണ്, ചാച്ചനെയാണ്. അപ്പോൾ പിന്നെ അവനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അവൻ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സീന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഇന്ന ആൾ പോയി. അപ്പോൾ തുടങ്ങി ചാച്ചാ ചാച്ചാ ചാച്ചാന്ന് വിളിയാണ് കേട്ടോ. അങ്ങനെ ലഗേജ് ഇറക്കുകയാണ്. അപ്പോൾ ഇത് ലഗേജുകളെല്ലാം ഇറക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതുവിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നുള്ളത്. ഫതു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫതുവിന് സമാധാനമില്ല. വാങ്ങിയ സാധനങ്ങളൊക്കെ ഇത്രയും മിഠായി കൊണ്ടുപോകണം, അപ്പോൾ അതൊക്കെ ഒരു തിന്നൂല. അപ്പോൾ എനിക്കില്ലേ മിഠായി, അങ്ങനെയൊക്കെ ആയി. എടുത്ത് വെച്ചേക്കിട്ട മിഠായി അല്ലെങ്കിൽ വരുമ്പോൾ കൊണ്ടുവരും മിഠായി, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഫതു പിറകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും പറഞ്ഞിട്ടായിരുന്നു ഫതു ഉണ്ടായിരുന്നത്. എൻ്റെ അവിടെ ചെന്നിട്ട് വോയിസ് വയ്ക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സീനതേ വേഗം ഒരു വിഷമം, നല്ല ഹാപ്പി ഫാമിലി നാട്ടിൽ എല്ലാവരും കാണാൻ പോകുന്നു. ഞങ്ങളെല്ലാം ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫതു യാത്ര പറയുന്നു, ഞങ്ങൾ യാത്ര പറഞ്ഞു. അങ്ങനെ അവൻ പോയിട്ടാ ടാറ്റയും പറഞ്ഞു പോയി.
അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പോന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ നോക്കുമ്പോൾ ചാച്ച ഇങ്ങനെ പോവുകയാണ്, ചാച്ച എവിടേക്കും കൊണ്ടുപോകണില്ല, എന്താണോ ചാച്ച പോണത് ആ ഒരു ചിന്തയിലായി. പിന്നെ ഇന്ന് ശരണം വിളിക്കണ പോലെയാണ്, ചാച്ചാ ചാച്ചാ. എന്നെ നോക്കും, എല്ലാവരും നോക്കും, എല്ലാവരും എന്നെ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നില്ല. ചാച്ചാന്ന് കുറേ വിളിച്ചിട്ടുണ്ട്, വോയിസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്സപ്പിൽ കണ്ടിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് അവൻ്റെ വോയിസ് കേട്ടപ്പോൾ അവൻ ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ കുറച്ച് അവൻ്റെ ഒരു സംശയങ്ങൾ അങ്ങനെ എന്നുവെച്ചാൽ സംശയം ചോദിച്ചതൊന്നുമല്ല കേട്ടാ, അവൻ്റെ ആ ഒരു നമുക്ക് നോട്ടത്തിൽ മനസ്സിലാവുമല്ലോ. അവൻ്റെ ഒരു അങ്ങനെ പോയിട്ട് അറ്റത്ത് വരെ നോക്കിക്കണ്ടില്ലേ, വീഡിയോ തന്നെ പ്രൂഫാണ്. അങ്ങനെ അപ്പം നമ്മൾ ഒന്ന് ബർഗർ സിറ്റിയിലൊരു മാളിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയി പിന്നെ അതൊരു വീക്കെൻഡായിരുന്നു. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.